രാഷ്ട്രീയ ഡോക്ടറിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ റിലീസുകൾ കുറേ സിനിമകൾ തിയേറ്ററിലെത്തി നമുക്കറിയാം. അത് ദേവദൂതൻ അല്ലെങ്കിൽ സ്ഫടികത്തിൽ തുടങ്ങി ദേവദൂതനും മണിച്ചിത്രത്താഴും പിന്നെ അതായത് ലാലേട്ടൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട സിനിമകൾ ഇപ്പോൾ ദേവദൂതൻ പോലുള്ള സ്ഫടികം പോലുള്ള മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങി. സ്ഫടികവും ദേവദൂതനും സാമാന്യം നല്ല രീതിയിലുള്ളൊരു വിജയം നേടിയപ്പം മണിച്ചിത്രത്താഴിന് ആ രീതിയിലുള്ളൊരു വിജയം നേടാൻ സാധിച്ചില്ല. പിന്നീട് മമ്മൂക്കയുടെ കുറേ റിലീസുമായിട്ട് മമ്മൂക്കയുടെ നിർമ്മാതാക്കൾ മുന്നോട്ട് വരികയും ഇപ്പോൾ പാലേരി മാണിക്യം പോലുള്ള വലിയേട്ടനും ആവതാഴി ഇതൊക്കെ സ്വാഭാവികമായിട്ടും റിലീസുകളിൽ ഒരു വലിയ രീതിയിലുള്ള പരാജയം തന്നെയായി മാറി. പിന്നീട് ഒരു വടക്കൻ വീരകഥ മുമ്പേ മണിച്ചിത്രത്താഴിൻ്റെ കഥ പറഞ്ഞ കണക്ക് അത് വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു വിജയം തന്നെ റിലീസിൽ നേടാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ അത് ലാലേട്ടൻ്റെ ആദ്യം 200 കോടി നേടിയെന്ന് അവകാശപ്പെട്ടേയും പിന്നീട് കളക്ഷൻ താഴോട്ട് വന്നിട്ട് 127 കോടിയിലെത്തിയിരിക്കുന്ന ലാലേട്ടൻ്റെ ലൂസിഫറിൻ്റെ ഒരു റിലീസ് ഉണ്ടായി. ഞാനതിപ്പോഴാണ് അറിയുന്ന റിലീസ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ ഞാനും കണ്ടിരുന്നു. പക്ഷെ അതിപ്പോഴാണ് റിലീസ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എമ്പുരാൻ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം ഒരു മാർച്ച് 27 എമ്പുരാൻ വരുന്നതിന് മുമ്പ് ഒരു ലൂസിഫർ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കൂടുതൽ പ്രേക്ഷകരെ എത്തിച്ച് അതുവഴി ആ സിനിമ ഒരു വലിയ വിജയമാക്കി. അതിൻ്റെ ഒരു തുടർഭാഗം വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള എമ്പുരാനും കൂടെ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വളരെ 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 തണുത്ത രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ലൂസിഫർ എന്ന ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് ബുക്ക് മൈ ഷോ തന്നെ നോക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ പറയുന്ന കണക്ക് കളിയാക്കി ചില ആൾക്കാർ പറയുന്ന കണക്ക് ഞാൻ അങ്ങനെ പറയുന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. പച്ച ലൈറ്റും കത്തിച്ച് കിടപ്പുണ്ട് എന്ന് പലരും പറയുന്ന കണക്ക്. കാര്യം ഒരിടത്ത് പോലും ഒരു രീതിയിലുള്ള ഒരു തിരക്കും ഒരു കാര്യമായിട്ടുള്ള ബുക്കിങ്ങും ഒന്നുമില്ലാതെ ലൂസിഫർ തിയേറ്ററിൽ ഒരു നനഞ്ഞ പടക്കം എന്നുള്ള രീതിയിൽ ലൂസിഫർ തിയേറ്ററിലുണ്ട്. ഇപ്പം മമ്മൂക്കയുടെ ആവനാഴി പോലുള്ള സിനിമകൾ ആവനാഴി എന്നൊക്കെ നമുക്കറിയാം 1986 റിലീസ് ചെയ്ത സിനിമയാണ്. പിന്നീട് പാലേരി മാണിക്യം, വലിയേട്ടൻ ഇതൊന്നും മമ്മൂക്കയ്ക്ക് 100 കോടി ക്ലബ്ബൊന്നുമില്ല. മമ്മൂക്കയ്ക്ക് 100 കോടി ക്ലബ്ബിലൊന്നും എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തിയേറ്റർ കളക്ഷനകത്ത് ബിസിനസ് കളക്ഷനോട് ചേർത്തിട്ട് മാത്രമേ മമ്മൂക്കയ്ക്ക് 100 കോടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലീസുകൾ ഈ പറഞ്ഞ കണക്ക് 100 കോടി താഴെ തിയേറ്ററിൽ ആദ്യ റിലീസിൽ കളക്ട് ചെയ്തിരിക്കുന്ന ചില സിനിമകൾ റിലീസുകളിൽ അടിപതറിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരു 200 കോടി 127 കോടിയൊക്കെ ക്ലബ്ബിൽ കയറിയിട്ടുള്ള ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ പൊട്ടിച്ച് കളഞ്ഞതാണ് ഭയങ്കര കഷ്ടമെന്ന് പറയുന്നത്. കാര്യം നമ്മൾ പറഞ്ഞാൽ വിജയിച്ച സിനിമകൾ ഇപ്പോൾ പാലേരി മാണിക്യം പോലെ തിയേറ്ററിൽ വിജയിച്ച സിനിമ അല്ലെങ്കിൽ ആവനാഴി പോലെയും വലിയേട്ടൻ പോലെയൊക്കെ തിയേറ്ററിൽ വിജയിച്ച സിനിമകൾ റിലീസുകളിൽ മമ്മൂക്കയ്ക്ക് പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു 100 കോടിയുടെ മേളിൽ കളക്ട് ചെയ്ത ഒരു സിനിമ റിലീസുകളിൽ പൊട്ടി എന്നുള്ളതിൻ്റെ റെക്കോർഡ് എനിക്ക് തോന്നുന്നു അത് ലൂസിഫറിന് സ്വന്തമാണ്. ഇനി അത് തിരുത്താൻ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ചോദിക്കും ലൂസിഫർ 100 കോടി ഞാൻ അംഗീകരിച്ചു എന്ന്. 100 കോടി ഞാൻ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തന്നെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ടോമിച്ച മുളകുപാടൊക്കെ പറഞ്ഞ കണക്ക് തന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് 100 കോടി ബിസിനസ് കളക്ഷൻ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞാൽ മാത്രമേ പല ആൾക്കാരും വിശ്വസിക്കൂ. അതുകൊണ്ട് എന്തായാലും ആ 100 കോടിക്കകത്ത് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷെ 100 കോടി പടം ഇറക്കിയിട്ട് ഈ പറഞ്ഞ കണക്ക് ബോക്സ് ഓഫീസിൽ 100 കോടി കളക്ട് ചെയ്ത സിനിമ രണ്ടാമത് റിലീസുകളിൽ പൊട്ടിച്ചു എന്നുള്ളൊരു റെക്കോർഡ് ലാലേട്ടനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ലൂസിഫർ സിനിമയ്ക്കായിരിക്കും ആ റെക്കോർഡ്. ഇനി അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കണക്കിൽ 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്ന ചില സിനിമകളുണ്ടല്ലോ. ഇപ്പോൾ ARM പോലുള്ള അല്ലെങ്കിൽ പുലിമുരുകൻ എന്ന് ബിസിനസ് കളക്ഷൻ അല്ലാതെ തന്നെ തിയേറ്റർ കളക്ഷനിൽ നിന്ന് നേടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ലാലേട്ടൻ ഫാൻസ് വിശ്വസിക്കുന്ന പുലിമുരുകൻ സിനിമയുടെ 100 കോടി, അതുപോലെ പ്രേമലു പോലുള്ള 100 കോടി, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ 100 കോടി, ഇങ്ങനെ 100 കോടി ക്ലബ്ബിൽ കയറി ആടുജീവിതം പോലുള്ള സിനിമകൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് അത് പൊട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ലൂസിഫറിന്റെ റെക്കോർഡിനെ മറികടക്കാൻ പറ്റുന്ന. പക്ഷെ അപ്പോഴും 100 കോടി ക്ലബ്ബിൽ കയറിയ സിനിമ പൊട്ടിച്ചു അല്ലെങ്കിൽ പൊട്ടി എന്നുള്ള റെക്കോർഡ് ലൂസിഫറിന്റെ പേര് തന്നെ ആയിരിക്കും. അതിനിപ്പം തിരുത്താനൊക്കെ അതില്ല. പക്ഷെ അതിനും ഈ പറഞ്ഞ കണക്ക് ഒരു പ്രത്യേക ഇത് വേണം. വല്ല കാര്യം ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ള പ്രത്യേക ഒരു കഴിവ് വേണം. അതായത് പ്രേക്ഷകരെ തിയേറ്ററിൽ കൈ നീട്ടി സ്വീകരിച്ച് ഒരു വലിയ വിജയമാക്കി തീർത്തു എന്ന് അവകാശപ്പെട്ട ഒരു സിനിമയൊക്കെ ഒരു റിലീസ് അനാവശ്യമായിട്ട് ഒരു പ്രേക്ഷകൻ പോലും ആവശ്യപ്പെടാതെ കൊണ്ടുവന്ന് റിലീസ് ചെയ്ത് ലക്ഷങ്ങളും കോടികളും അതുവഴി ഉണ്ടാക്കി കളയാം അല്ലെങ്കിൽ എമ്പുരാൻ്റെ ഹൈപ്പ് കൂട്ടാമെന്ന് വിചാരിച്ചൊക്കെ തിയേറ്ററിൽ എത്തിച്ചിട്ട് ഇത്രയും വലിയൊരു ദുരന്തമായി മാറി. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഫാൻസുകാർ തന്നെ അറിഞ്ഞോന്ന് അറിയത്തില്ല ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഞാനും ബുക്ക് മൈ ഷോയിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് ലൂസിഫർ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊല്ലവും അല്ലെങ്കിൽ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ നോക്കുമ്പോഴാണ് അവിടെ ലൂസിഫർ കിടക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് എടുത്ത് നോക്കിയപ്പോൾ പലയിടത്തും ഒരു ഷോയും പലയിടത്തും 2 ഷോയൊക്കെ തന്നെ ആകെ ഉള്ളു. അതിന് തന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു മനുഷ്യൻ പോലും ഒരു സീറ്റ് പോലും ബുക്ക് ചെയ്ത് പോയത് ഞാൻ കണ്ടില്ല.
അപ്പം അത് ഈ പറഞ്ഞ കണക്ക് വളരെ വളരെ മോശമായി പോയി ഇത്തരത്തിലുള്ള റീ റിലീസ്. അതായത് റീ റിലീസുകളിൽ വിജയിച്ച് നിൽക്കുന്ന മലയാള സിനിമയിലെ കിങ് എന്ന് പറയാൻ പറ്റുന്നത്, മലയാള സിനിമയിലെ കിങ് എന്ന് വെച്ചാൽ റീ റിലീസുകളിലെ കിങ്, അല്ലാത്ത കിങ് ലാലേട്ടനാണെന്ന് ഞാൻ പറയത്തില്ല. അല്ല, റീ റിലീസുകളിലുള്ള കിങ് ആയിട്ടുള്ള ലാലേട്ടനെ അടിവതറിച്ച് കളഞ്ഞത് ആന്റണി പെരുമ്പാവൂർ ഇത്ര പെട്ടെന്ന് ലാലേട്ടനെ ഈ ഒരു കുഴിയിലേക്ക് കൊണ്ടുവന്ന് തള്ളിക്കളയുമെന്ന് ഞാനും വിചാരിച്ചില്ല. വളരെ വളരെ മോശമായി പോയി. ഈ ഒരു റീ റിലീസിന്റെ ആവശ്യം തൽക്കാലം ഇല്ലായിരുന്നു. താങ്ക് യു.